പേരേറ്റ ഗുരുവായൂർ കേശവനെ പോലെ ഞാൻ മാളു ഗുരുവായൂർ. ചക്കയ്ക്കും കേടുണ്ട്, മാങ്ങയ്ക്കും കേടുണ്ട്. നമ്മളെ മനുഷ്യർക്കുള്ളതോ ഗതികേട്. എന്റെ രമേശ് ചേട്ടൻ വിചാരിക്കും ഈ ഗതികേടിൽ എന്തിട്ട് തമാശ പറയാൻ ഇവിടെ വന്നേക്കണെന്ന്. ഉള്ള കാര്യം പറയല താത്ത, ഒരു മനുഷ്യന്റെ ഗതികേട് പറയണ അത്രക്ക് തമാശ വേറെ ഇല്ല. പിന്നെ 14 സെക്കൻഡ് കൊണ്ട് നോക്കണേറ്റ് കൂടുതൽ സമയം എന്നെ നോക്കാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളെ ക്യാമറ ചേട്ടന്മാരുള്ള രഞ്ജിത്ത് ചേട്ടൻ, ഉണ്ണി ചേട്ട ആൻഡ് നമ്മളെ നവാസ്ക മറ്റുള്ള ചേട്ടന്മാരെ 100-100 ഫോക്കസ് ചെയ്തോളൂ കേട്ടോ. പാരമ്പര്യമായിട്ട് കൈമാറുന്നത് കുടുംബക്കാര് ഭൂസ്വത്താണെങ്കിൽ എൻ്റെ അച്ഛൻ കൈമാറി തന്ന സാധനമാണ് ഗതികേട്. അമ്മയോട് അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട്, ഡേ ഏത് ഗതികെട്ട നേരത്തോടെ ഇതിനെ ഈ പ്രൊഡ്യൂസറും ഡയറക്റ്റും ചെയ്യാൻ തോന്നിയെന്ന്. ചേച്ചി ഒന്ന് കേൾക്കണം, ഇവർക്ക് അങ്ങനെ പലതും പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛന് പ്രസ്സിലായിരുന്നു ജോലി. ഈ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന പ്രസ്സിലേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിള്ളേരുടെ കയ്യിലുള്ള നോട്ട്ബുക്കിന്റെ ചൊട്ടയൊക്കെയെന്ന് വെച്ചാൽ ചെരിഞ്ഞിക്കണ മോഹൻലാലിൻ്റെയും ഇടപ്പല്ല് കാട്ടിച്ചിരിക്കണ മമ്മൂക്കയുടെ ഒക്കെയാ. എൻ്റെ അച്ഛൻ പ്രസ്സിലാണല്ലോ, അപ്പൊ എനിക്ക് അതേപോലത്തെ ബുക്കാവും വിചാരിച്ചിട്ട് ബുക്ക് വാങ്ങി ഞാൻ അച്ഛൻ്റെ പ്രസ്സിലേക്ക് പോയി. അപ്പം അവിടെ എല്ലാ വേസ്റ്റ് പേപ്പറും കൂട്ടിയിട്ട് ഒരു ബുക്ക് പോലെ ബൈൻഡ് അടിച്ചിട്ട് അതിന് ഒരു പുറം റോസാപ്പൂവും മറ്റേ പുറം കാക്കീനാക്കിയിട്ട് തന്നിക്കണം. ക്ലാസ്സിലെ ടീച്ചർ വരെ ലേറ്റ് ആകുമ്പോൾ ഈ പിള്ളേരൊക്കെ ലാലേട്ടനെ ചെരിഞ്ഞമ്മ കൊണ്ടുപോയി ചിത്രം വരച്ചിട്ടും മമ്മൂക്കയുടെ പല്ലിന് കളർ കൊടുത്തിട്ടിരിക്കുമ്പോൾ ഞാൻ കാക്കയോട് കഥ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ഒരു വട്ടപ്പേര് വന്ന് കാക്ക മാളു. പക്ഷെ എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ, കാരണം ആൺകുട്ടിയാണെന്നുള്ള അച്ഛൻ്റെ അതിമോഹം. 8 നിലയിൽ കണ്ടം തുണ്ടായി വെട്ടി നുറുക്കിയിട്ട് 8ാം മാസത്തിൽ അമ്മരെ വയറ്റിന്ന് ചാടി പുറപ്പെട്ടതാണ് ഞാൻ. അതുകൊണ്ട് വീട്ടിൽ എനിക്ക് ഒരു ഇരട്ടപ്പേര് കൂടി ഉണ്ട്, എടുത്ത് ചാട്ടക്കാരി. നീ ചാട്ടക്കാരി മൊത്തം പോണതോ ഇവരൊക്കെ ആവശ്യങ്ങൾക്കാ. വണ്ടി എടുത്ത ഒരൊറ്റ പോക്കാ. പക്ഷെ എൻ്റെ ഈ പോക്കണ്ട നാട്ടുകാർ പറയണ എന്താന്ന് പറയാ, ഓ അവളുടെ ഒരു പോക്ക്. പക്ഷെ ഓടിക്കണ എൻ്റെ ഒരു ഇതെന്താന്നറിയോ, എൻ്റെ ദൈവമേ പോണ പോക്കിലൊന്നും കയറ്റൊന്നുമില്ലാണ്ട് ഒക്കെ ഇറക്കാവണേന്നാ. താത്ത ഇറക്കത്തെത്തുമ്പോ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങും. എന്നുവെച്ചാ വണ്ടി വണ്ടിന്ന് ഇറങ്ങുന്നല്ല, വണ്ടി നിർത്തി ഇറക്കത്തിൽ ഇങ്ങനെ ഉരുട്ടി ഇറങ്ങുന്നു. ഈ പെട്രോൾ ലാഭിക്കാനുള്ള എൻ്റെ ഒരു ഗതികേടേ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഉരുട്ടി ഇറങ്ങുമ്പോഴേ വേറെ ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്ത് ഉരുണ്ട് ഇറങ്ങു പോണ്. രമേശ് ചേട്ടാ, ഒരു ഗതികേടുള്ളവന് വേറൊരു ഗതികേട്ട് എന്നെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. പിന്നെ നിനക്ക് വല്ല പണിക്ക് പോക്കൂടാ, അല്ലെങ്കിൽ എന്താ പറയുക, നീ എവിടെ പോയി ചെയ്താൽ ഇതൊക്കെ തന്നെയാണോ നിന്റെ അവസ്ഥ എന്നൊക്കെ ചോദ്യമുണ്ട്. അത് കറക്റ്റ് എന്നെ ഉദ്ദേശിച്ചിട്ടാ. കാരണം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാനൊരു കല്യാണത്തിന് പോയി. അവിടെ ഈ എല്ലാവർക്കും ഇലയിട്ട് ചോറിട്ട് വിളമ്പുമ്പോൾ എൻ്റെ അടുത്തേക്ക് ചോറ് എത്തുമ്പോഴേക്കും തീരും. ഇത് ആ കല്യാണത്തിന് മാത്രമല്ല, പിറന്നാള്, കല്യാണം, അടിയന്തരം എന്ന് വേണ്ട തീറ്റ സാധനങ്ങൾക്കൊക്കെ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും തീരും. പിന്നെ അങ്ങേര് കലവറയിൽ പോയി ചോറ് എടുത്ത് കൊടുന്ന് എൻ്റെ ഇലയിൽ ഇടുമ്പോഴേക്കും തൊട്ടപ്പുറത്തെ ഇലയിൽ പായസം വിളമ്പിണ്ടായിരിക്കും. ഉള്ള കാര്യം പറയാലോ, ഒന്നും തോന്നരുത്. അമ്മയ്ക്ക് ഷുഗറും അച്ഛന് പ്രഷറും അമ്മൂമ്മയ്ക്ക് കൊളസ്ട്രോളും ഉള്ളതുകൊണ്ട് വീട്ടില് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത് കുറവാ. വല്ലപ്പോഴും ഞാൻ തേങ്ങ അങ്ങാനും ചരണ്ടിയാ അന്ന് കറണ്ടാണ്ട് പോവും. പിന്നെ കറണ്ട് വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്ന് വരാണ്ടാവുമ്പോൾ അമ്മിക്കോഴയും കഴുകി അതിന് കുറച്ച് തേങ്ങ ഇട്ട് 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് തേങ്ങ അരച്ച് അടുക്കളയ്ക്ക് ഉണ്ട് കാലെടുത്ത് കുത്തുമ്പോഴേക്കും വരും കറണ്ട്. ഈ കറണ്ട് ഞാൻ തമ്മിലുള്ള ഒരു ശത്രുത തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പൊ ഇങ്ങോട്ടേലും പോകുമ്പോൾ വല്ല പൗഡർ ഇടാനോ അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതി കൺമശി എടുത്ത് ഇങ്ങനെ ഉണ്ട് എടുക്കുമ്പോഴേക്കും കറണ്ട് പോകും. പിന്നെ വല്ല വിളക്കോ ഫോണിന്റെ ടോർച്ചൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. എനിക്ക് തോന്നുന്നു രമേശ് ചേട്ടാ, ഈ കറണ്ട് കഴിഞ്ഞ ജന്മത്തിൽ വല്ല മനുഷ്യനായിട്ടുണ്ടാവുന്ന. കാരണം മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇത്രയും ശത്രുത എന്നോട് കാണൂല. പക്ഷെ ഇപ്പോഴും ആ ശത്രുത ഞാനും കറണ്ടുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് രമേശ് ചേട്ടാ. വേറെ ഒന്നല്ല, എൻ്റെ നാട്ടിൽ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു, കോമഡി പറയാനേ. ഞാൻ കോമഡി പറയാൻ പ്രോഗ്രാമിന് ചെന്നു. ആദ്യത്തെ ഒരു വരി പറയുമ്പോഴേക്കും ആ പ്രോഗ്രാമിന്റെ കൺവീനർ മുന്നിൽ നിന്ന് ഒടുക്കത്തെ ചിരി. ഒരു കോമഡി പറയുമ്പോൾ 3 മിനിറ്റ് ഒക്കെ ഞെരിച്ചിരിക്കണ്. ഞാൻ ആദ്യം വിചാരിച്ചേ എൻ്റെ കോമഡി അത്രയും നന്നായ, രമേശേട്ടൻ മുന്നിൽ ചിലപ്പോൾ ചിരിക്കാറില്ല, ഇത്രയും നന്നായ. പിന്നെ മനസ്സിലായി ഇനി അടുത്ത് പറയണ്ടാന്ന് വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ചിരിക്കണേന്ന്. ഒരു അന്തം കൊണ്ടുമില്ല. അങ്ങനെയാണ് ഇതും ആലോചിച്ചിങ്ങനെ വീട്ടിൽ പോവാ. ഏകദേശം ഈ പട്ടിച്ചന്തയ്ക്ക് പോയ ഫീലിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര ഫീലായി. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് എപ്പോൾ ഞാൻ സങ്കടം പറയാൻ വിളിച്ചാലും അവൾ കൊടുക്കത്ത സങ്കടം ഇങ്ങോട്ട് പറയാം. അവളെ സങ്കടം പറഞ്ഞ് ഫോണാണ്ട് കട്ട് ചെയ്യും. ഇതെന്നിങ്ങനെ തന്നെ
ഞാൻ വിളിക്കാം. എടി നിന്നെ ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കണം. എനിക്ക് വയ്യ നീ എന്തെങ്കിലും തമാശ പറഞ്ഞേന്ന്. അമ്മയ്ക്ക് പ്രാണവായന, മകൾക്ക് വീണവായന. അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊന്നും ചിരിക്കാനോ ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഒക്കെ പറയണ പോലെ കണ്ണാടയിൽ പോയിട്ട് ഒന്ന് ചിരിക്കാം. ഞാൻ അങ്ങനെ എൻ്റെ റൂമിൽ കണ്ണാടയിൽ പോയിട്ട് എന്നെ ഒന്ന് നോക്കി. എൻ്റെ പൊന്നോ വേണ്ട, അതന്നെ ഏറ്റവും വലിയ ഗതികേടാണ്. പിന്നെ എനിക്ക് ചോദിച്ചത് നിങ്ങളൊക്കെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ തലയിൽ മുടി കെട്ടിയാൽ നിൽക്കില്ല പോലെയാണ്. എന്താ പറയുക, കോമഡിക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് നോക്കിയാൽ കിട്ടൂല. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ തപ്പാൻ നോക്കിയാലാ. എൻ്റെ ഒരു കൂട്ടുകാരൻ അമ്പലവാസിയാ, അവണ്ട് പോസ്റ്റ് ഇട്ടേക്കണ് ഫേസ്ബുക്കിൽ. എന്താ തേപ്പ് കെട്ടി വേദനിച്ച പെണ്ണുങ്ങൾക്ക് കെയർ ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ജോലിയായിട്ട് എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ഉമ്മറത്ത് ചാരി കസേര ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉണ്ട് പെട്ടെന്ന് ഒരു പല്ലിന്റെ മേലിക്കാണ്ട് വീണു. അപ്പൊ അമ്മമ്മ പറയാണ്, എന്റെ മോളെ അല്ലെങ്കിലേ അനക്ക് ഗതികേടാ, പല്ലും കൂടി വീണ് ദോഷായിരുന്നു. ഇനി ആ കിളവി വല്ല പഴനിക്ക് അങ്ങനെ എന്നെ മൊട്ട അടിക്കാൻ നേരെ വിചാരിച്ചിട്ട് വേറൊന്നല്ല, മൊട്ട അടിച്ച ഗതികെട്ടവന് മൊട്ട അടിച്ച കല്ലുമഴ പെയ്യുന്നു കേട്ടുണ്ട്. പേടിച്ചിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി ആ റോഡ് സൈഡിലുണ്ട് ഒറ്റയടിക്ക് വാനിഷ് ആവും പല്ലി സ്പ്രേ തന്നത്. ആ സാധനം വാങ്ങി ഞാൻ ഒറ്റയടി അടിച്ച് രമേശ് ചേട്ടാ ഉള്ള കാര്യം ഒറ്റയടിക്ക് വാനിഷായി. പല്ലിയല്ല സ്പ്രേയുടെ കുപ്പി. പിന്നെ ഉത്തരത്തിലിരിക്കുന്ന പല്ലിനെ മൈൻഡ് ചെയ്യാത്ത ഞാന് നോക്കിയിരുന്നു. പല്ലിന്റെ എണ്ണം വരെ എനിക്കറിയാം. എല്ലാം കഴിഞ്ഞ് ഈ ഗതികനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ 3 കൊല്ലം മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കാലെടുത്ത് കുത്തേണ്ട താമസം വീട്ടിൽ 2 അംഗസംഖ്യ കുറഞ്ഞത്. പിന്നെ അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 എണ്ണം പ്രസവിച്ച് ആ വിഷമാണ് തീർത്തു കൊടുത്ത്. പക്ഷേ എൻ്റെ അമ്മാമ്മയുടെ പോലെ ദോഷം നോക്കുന്ന ഒരാൾ ചേട്ടനമ്മ വീട്ടിലുള്ള കാര്യം ഞാൻ മറന്നു. ചേട്ടനമ്മ പിന്നെ വഴിപാടൊന്നും നേർന്നില്ല, ഒരു ജോത്സ്യനെ പോയി കണ്ട്. അപ്പൊ ജോത്സ്യം പറയാണ്, ശുക്രൻ ഉച്ചി നിൽക്കണോണ്ടും രാഹുവിന് കലിപ്പായതുകൊണ്ടും ചന്ദ്രൻ പിണങ്ങിപ്പോയത് കൊണ്ടും കേതുവിന് കളത്തിൽ ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് വീട്ടിലൊരു ഹോമം വേണം. ഇവിടെ മനുഷ്യന്മാർ കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഈ ഹോമത്തിന് വേണ്ടിയുള്ള പൈസക്കുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയണോ മക്കളെ, ചക്കയ്ക്കും മാങ്ങയ്ക്കും കേടുണ്ടാകുമ്പോൾ പുഴു വരും. ഈ മനുഷ്യന് കേടുണ്ടാകുമ്പോൾ പുഴുവും പാറ്റും തേളുന്നല്ലോ വരെ വല്ല പട്ടിയും നായും കുരങ്ങിക്കും. അപ്പൊ എന്തൊക്കെ വന്നാലും എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാലോ, ടേക്ക് ഇറ്റ് ഈസി. കേട്ടിട്ടില്ലേ? ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി, കണ്ണിലൊരു മുള്ളു കണ്ടാൽ ടേക്ക് ഇറ്റ് ഈസി. താങ്ക് യു. മാളു എപ്പോഴത്തെയും പോലെ മാളുവിന്റെ പെർഫോമൻസിൽ നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല രസകരമായിരുന്നു. രമേശ് ചേട്ടാ? മാളു നല്ല രസമുള്ള നമ്മുടെ തിടം പേറ്റിയ ഗുരുവായൂർ കേശവനെ പോലെ മാളു വന്ന് നിൽക്കുന്നു. മാളു തമാശകൾ പറയുന്നു, എല്ലാം വളരെ ഗംഭീരമായി. കുറേ തമാശകൾ നമുക്ക് നല്ല കണക്ഷൻ കിട്ടുന്ന തമാശകളായിരുന്നു. എനിക്ക് ഇടയ്ക്കൊക്കെ എനർജി കൂടിയിട്ട് കതച്ചു പോകുന്നുണ്ടോ എന്ന് വരെ തോന്നി. പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞ് ക്ഷീണിക്കുമെന്ന് പറയുമല്ലോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ തോന്നി. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം ചില കഥകൾ, ചില ഏരിയകൾ ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ഗതികേട് പോയിന്റ് ശേഷം ഒന്ന് അലഞ്ഞ പോലെ തോന്നി എനിക്ക്. എവിടെയോ അടുത്ത പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചില സ്ഥലങ്ങൾ ഇടയ്ക്ക് ഒരു 1-1.5 മിനിറ്റ് ഒരു കാര്യമായ ഒരു നർമ്മത്തിൽ ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയതുപോലെ തോന്നി, ലാഗായ തോന്നി. വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല, ഗംഭീരമായി. മാളു നല്ല പെർഫോമൻസ് ആയിരുന്നു, വെരി എനർജറ്റിക് പെർഫോമൻസ്. കുറേ കാര്യങ്ങൾ മാളു പറഞ്ഞ സമയത്ത് മാളു മെയിൻറ്റെയിൻ ചെയ്ത ഒരു എനർജി എന്ന് പറയുന്നത് തന്നെയായിരുന്നു ആ സമയത്തെ അതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ പിഷു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ആ സമയത്ത് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും മാളുവിൻ്റെ എനർജി കൊണ്ട് മാളുവിനെ ശ്രദ്ധിക്കാൻ തോന്നിയ ചില സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഗതികേട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ വലിച്ചു വരുത്തുന്നതാണോ ഈ ഗതികേട്, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറയില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അയ്യോ എന്ന് പറയുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയരുത് എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ചില ഇതൊന്നും ഗതികേടായിരിക്കില്ല, നമ്മളായിട്ട് അതിനെ ഗതികേടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. മലയാളികൾ കൂടുതലും പറയണോ അയ്യോ എന്റെ ഒരു ഗതികേട് അല്ലെങ്കിൽ അതെ, എന്റെ അമ്മയ്ക്കൊക്കെ സ്ഥിരം പല്ലവിയായിരുന്നു മുമ്പ്, എന്തൊരു ഗതികേട്. അത് ഞാൻ അമ്മ അങ്ങനെ പറയല്ലേ. അത് നമ്മൾ ഡെഫിനറ്റ്ലി ഇപ്പം ആൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് എങ്ങനെയാ, ടേക്ക് ഇറ്റ് ഈസി. അതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അത് കടന്ന് വേറെ മറ്റൊന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മിപ്പിക്കൽ, ഒരു രത്ന ചുരുക്കം മാളു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അതിലൊരു കാര്യം സത്യമാട്ടോ, ഞാൻ എവിടെ തിന്നാൻ പോയി ഇരുന്നാലും അപ്പൊ എന്റെ സ്ഥലത്ത് എത്തുമ്പോ തീരും. പക്ഷെ അതുപോലെ മാളു ശ്രദ്ധിച്ചിട്ടില്ലേ, മാളു ഏതെങ്കിലും ഹോട്ടലിൽ പോയിരിക്കുമ്പോ അവിടേക്ക് പിന്നെ വേറെ കുറെ ആൾക്കാർ വന്നിരിക്കണത്.
ഹോട്ടലല്ലേ ഞാൻ കല്യാണ കാര്യം പറഞ്ഞത്. അല്ല കല്യാണത്തിന്റെ അല്ല, അതല്ലാതെ നമ്മള് ചിലര് പറയാറുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും 2-3 പേരുള്ള ഒരു ഹോട്ടലായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരുപാട് പേര് അവിടേക്ക് വന്നു ചേരുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മാളുവിന്റെ ഐശ്വര്യം കൊണ്ടാ. അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ രചന പറഞ്ഞില്ല 2-3 പേരുള്ള ഹോട്ടലായിരിക്കും. നമ്മൾ ചെന്നപ്പോ ബാക്കിയുള്ളവർ വന്നു, അതിന്റെ തൊട്ട് മുമ്പ് വന്നവനെ നിങ്ങൾ പരിഗണിക്കണം. അവനല്ലേ ആദ്യം വന്നത്, അവന്റെ ഐശ്വര്യം കൊണ്ടല്ലേ ഇവര് വന്നത്. അപ്പൊ അവനെ നിങ്ങൾ പൂർണ്ണമായിട്ട് അവഗണിച്ച് ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് നമ്മൾ പറയരുത്. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഗതികേടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പൊ രചന പറഞ്ഞ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞ വണ്ടിക്ക് പെട്രോൾ ഇല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞാൽ പോവോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ല ജീവിതത്തിൽ. ഇപ്പൊ മാളുവിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുക എന്നുള്ളത്. ഫുഡ് കിട്ടൂലോ. അത് ചില ആൾക്കാർക്കുണ്ട്. ഈ സിഗ്നൽ ഇല്ലേ, എല്ലാ സിഗ്നലും കിട്ടുന്ന ആൾക്കാരുണ്ട്. എല്ലാ സിഗ്നലും വണ്ടി ഓടിച്ചു പോയാൽ എല്ലാ സിഗ്നലും കിട്ടും, ഒരു സിഗ്നലും കിട്ടാത്ത ആൾക്കാരുണ്ട്. ചില ഫ്ലോറിൽ ഒരു 15 നിലയുള്ള കെട്ടിടത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ലിഫ്റ്റ് 15-ലായിരിക്കും. ചിലപ്പോൾ കറക്റ്റ് തുറന്ന് നമുക്ക് കയറാനുള്ള അവസരം കിട്ടും. അതിങ്ങനെ നമ്മൾ ഏത് അന്വേഷിക്കുന്നോ അത് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഇതാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇത് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ലക്കുകൾ അല്ലെങ്കിൽ കിട്ടിയ സാധനങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുമെങ്കിൽ നമുക്ക് അത് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കണ അനുസരിച്ചിട്ട് ഈ സാധനം കിട്ടുന്നത്. രണ്ടും ഒപ്പമാണ്. ഏതുമേ നമ്മൾ നോക്കുന്നോ അത് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ഒരു വീട് പണി നടക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് നമ്മളെല്ലാവരുടെയും വീടും വീട്ടുകാരുടെയും കാര്യങ്ങളും ബാക്കിയുള്ളതും വെക്കുന്ന വീട് ശ്രദ്ധിക്കും. നമ്മളത് കൂടുതലായിട്ട് കാണും. അല്ലാത്തപ്പോഴും അത് അവിടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലെന്ന് പറഞ്ഞല്ലേ. ഈ പറഞ്ഞത് എന്താ, ഞാൻ പറഞ്ഞ ഏരിയ എന്താ, ഇപ്പം ഞാൻ എൻ്റെ ഗതികേടുകൾ പറയാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ ഉടനെ തന്നെ അവളുടെ കുറേ ഗതികേട് പറഞ്ഞിട്ട് വെക്കും എന്ന് പറയുന്നിടത്ത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഒരു ഗതികേട് അങ്ങോട്ട് പറയാനും അവൾ ഇങ്ങോട്ട് 2 ഗതികേടും പറയുവാണെങ്കിൽ നമുക്ക് 2 വിറ്റ് അതിനിടയിൽ കയറി പോകും. വേണമെങ്കിൽ നിർബന്ധമല്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുറച്ചുകൂടെ അതിങ്ങനെ സ്പീഡിൽ പോകുമ്പം നമുക്ക് ആ ഒരു പ്രദേശം, പ്രത്യേകിച്ച് മാളുമൊക്കെ വരുമ്പം, മാളുമൊക്കെ അതിൻ്റെ ഒരു മറ്റേരിയകളെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. അതെന്താണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പരിപാടി, എങ്ങനെയാണ് ഇത് പോകുന്നതെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ വരുമ്പം ആകെ ഉള്ളത് എത്ര വിറ്റ് കയറ്റാം. ഇവിടെ വേറെ അങ്ങനെ കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ ചില സിനിമയ്ക്ക് ഇപ്പം ഞാൻ ഈ CID മൂസ എന്നുള്ള സിനിമയെ പറ്റിയൊക്കെ ഞാൻ പറയാം. അതിൽ 2 മനുഷ്യർ തമ്മിൽ വെറുതെ കാണുന്നൊരു സീനുണ്ടെങ്കിൽ എങ്ങനെ അവിടെ ഒരു തമാശ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുണ്ടാക്കുന്ന പടമുണ്ട്. വെറുതെ തമ്മിൽ കണ്ടാൽ പോലും എന്ത് തമാശ ഉണ്ടാക്കാം എന്നാലോചിച്ച് സീനുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആലോചനയും കൂടെ വരുമ്പം മാളുവിനൊക്കെ കുറച്ചുകൂടെ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ രചന പറഞ്ഞ പോലെ ടേക്ക് ഇറ്റ് ഈസി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ല, മാളു പറഞ്ഞ പോലെ മാളു പറഞ്ഞതല്ല, അത് പടത്തിലെ പാട്ടാ ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളത്. എന്തിന് വെറുതെ അപ്പോഴേക്കും ഇവിടെ മാളു പറഞ്ഞു കഴിഞ്ഞു താത്ത മാളുവെങ്കിലും എന്നെ ഓർത്തില്ല. അതെ, താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച്. അത് കുഴപ്പമില്ല, അത് ഞാൻ വരവ് വെച്ച്. മാളു നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഈ ഭക്ഷണം തീർന്നു പോണ സംഭവം പറഞ്ഞില്ലേ, അതുപോലത്തെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേ ഈ ബസ്സിൽ വന്നിട്ട് ആ ബസ് നിർത്തി ഭക്ഷണം കഴിക്കാൻ കയറും അല്ലേ. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ തന്നെയുള്ള ക്യാൻറ്റീനായിരിക്കും. അപ്പം നമ്മൾ ചെന്ന് അവിടെ ഇരിക്കും. അപ്പോൾ ഈ ഡ്രൈവർ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മുമ്പിലാണ്. കാരണം ഇവർ എഴുന്നേറ്റ് പോയാൽ വണ്ടി എടുത്തുകൊണ്ട് പോകില്ല. അപ്പം നമ്മളവിടെ ചെന്ന് അവർക്കായിരിക്കും ആദ്യം ഫുഡ് കൊടുക്കണത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് തരുള്ളൂ. നമുക്ക് തന്ന് നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ വരാൻ ഇത്തിരി താമസം കൊടുക്കും. നമ്മൾ സ്പെഷ്യൽ വന്നത് ഇങ്ങനെ ഒന്ന് നുള്ളി വായിൽ വയ്ക്കുമ്പോഴേക്ക് ഈ ഡ്രൈവറും കണ്ടക്ടറും എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ടെൻഷനാവും. നമ്മൾ 1-2 അവിടെ നിന്നൊക്കെ ഭാര്യ തിന്നിട്ട് വേഗം ചാടി എഴുന്നേറ്റുമ്പോൾ ഇവർ പുറത്തിറങ്ങി സീറ്റൊക്കെ വലിച്ചിരിക്കണ്ടാവും. നമ്മളിപ്പോൾ ആ കല്യാണ വീട്ടിലിരുന്ന് അവിടെ ഭക്ഷണം തീർന്നു പോയെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേണ്ടി കലവറയിൽ നീ ഉണ്ടല്ലോ, സാധനം വരുമല്ലോ. ഇപ്പോൾ പ്രതീക്ഷയാണ് ഏറ്റവും വലുത്. ഇരുണ്ട ഇടനാഴികളുടെ അറ്റം ചെന്നെത്തുന്നത് വെളിച്ചത്തിലേക്കാണ്. ഈ തീർന്നു പോയെന്നുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ ബൊഫെ ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ബൊഫെ എടുത്ത് കഴിക്കാൻ ഇനി അതേലും തീർന്നു പോകുന്ന കഷ്ടം പിടിച്ചവരുണ്ട്. കൃത്യം ലാസ്റ്റ് ഇരിക്കുന്ന പൂരി നമ്മൾ എല്ലും ഭേദം കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുണ്ട്. എൻ്റെ ഒരു പടത്തിന്റെ 100-ാം ദിവസം ആഘോഷം സന്തോഷം വലിയ ബൊഫെ, ഞാൻ പറഞ്ഞുണ്ട് വലിയ ബൊഫെ നടക്കുകയാണ്. അപ്പോൾ ഒരുത്തിനിങ്ങനെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കാണും, അവിടെ കൊണ്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് എണീറ്റ് പോകും. അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്ലേറ്റ് എടുക്കും, കുറച്ച് ചോറും ഇവിടെ ഞാൻ അവിടെ നമ്മളോട് വർത്തമാനം പറഞ്ഞിട്ട് വേറത്തിനെ കാണുമ്പോൾ കൈവക്കിട്ട് എണീറ്റ് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു 5-6 പ്ലേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇത് നിങ്ങൾ എല്ലാ ടേബിളിലും ഇച്ചിരി ഭക്ഷണം വെച്ച്, ഭക്ഷണം വേസ്റ്റ് ചെയ്യല്ലേ, പൈസയുടെ അല്ല, ഭക്ഷണമല്ലേ, അത് വേസ്റ്റ് ആക്കരുത്, അതുകൊണ്ട് പ്ലേറ്റ് എടുക്കുന്നത് ഒന്ന് കരുതിയാൽ കൊള്ളാം എന്നൊരു വരി പറഞ്ഞേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളി പ്ലേറ്റ് ഇല്ലാണ്ട് നേരെ സ്പൂണുമായിട്ട് ആ പാത്രത്തിൽ നിന്ന് കോരി തിന്നുക.
ബാക്കിയുള്ളവനൊക്കെ പ്ലേറ്റുമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ക്യൂ നിന്നിട്ട് കൈ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി തരുവാ. അപ്പൊ അവനെ പിടിച്ച് ഇങ്ങനെ കാണിക്കാതെ പറയാ പിഷാര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ അയാളെ പറഞ്ഞ എരിവിരി കൂട്ടിയെന്നും പറഞ്ഞു നിന്നിട്ട് കുറെ പേര് എന്റെ മുഖത്ത് കയറാൻ വന്നു.